ഹായ് ഗൈസ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു സ്കീം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് ഡെമി ഡാറ്റ നമ്മൾ ലോഡ് ചെയ്തിരുന്നു. ഓക്കെ, യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡെമി ഡാറ്റ നമ്മൾ ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ സർവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റി ലൈക്ക് നമ്മളെ ആപ്ലിക്കേഷൻ ഒരു ഡെവലപ്മെൻറ്റ് ടൂളിൽ ലോഡായി എന്നുള്ളത്. ഇതാണ് ആക്ച്വലി ഗ്രാഫിക്കൽ എന്ന് പറഞ്ഞിട്ട്. ഈ ടൂൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ എക്സ്പ്രസ് ലൈബ്രറി എന്ന് പറഞ്ഞ ലൈബ്രറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ക്വറീസൊക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആപ്ലിക്കേഷനിൽ എഴുതാത്ത ക്വറികളൊക്കെ നമുക്കൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്, ഗ്രാഫിക്കൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഉണ്ട് ആക്ച്വലി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന നമുക്ക് ആവശ്യമുള്ള എഴുതുന്ന ക്വറീസൊക്കെ അതിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ പുതിയ ക്വറീസൊക്കെ എന്തെങ്കിലും എഴുതുമല്ലോ, അതൊരു എക്സാമ്പിൾ കിടക്കുന്ന നിങ്ങൾക്ക് കാണണമെന്നറിയില്ല, ഇങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് എഴുതുക ആക്ച്വലി ക്വറീസൊക്കെ. സോ ഈ ഒരു പോർഷൻ ക്വറീസ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ എഴുതിയ ക്വറീസ് ഇവിടെ റൺ ചെയ്യാൻ വേണ്ടി പ്ലേ ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഗ്രാഫിക്കൽ. ആൻഡ് നമുക്കൊരു സൈഡും കൂടി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ കൊടുക്കുന്ന ക്വറീസിൻ്റെ ഒക്കെ റിസൾട്ട് കാണാൻ പറ്റുക. ഓക്കെ, പിന്നെ നമ്മളൊരു ഡോക്ക് സെക്ഷൻ ഉണ്ട് ഇവിടെ. ഡോക്ക് സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ കൊടുത്ത ക്വറി കണ്ടോ, റൂട്ട് ക്വറി ടൈപ്പ് വന്നിട്ടുണ്ട്. സോ ഈ ഡോക്ക് സെക്ഷൻ ബേസിക്കലി എന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ചെയ്യും. നമ്മുടെ ടൈപ്സ് ഓഫ് ഡാറ്റ എന്ത് കൊടുക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷനിൽ അത് ഓട്ടോമാറ്റിക് പോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ റൂട്ട് ക്വറി ടൈപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റി അവിടെ ഒരു യൂസർ ഫെച്ച് ചെയ്യുന്നുണ്ട്. യൂസർ ID കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റി നമ്മുടെ ID, നെയിം, ഏജ് ഒക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് ബേസിക്സ്, ഒരു ഗ്രാഫ് ക്വറിയുടെ ബേസിക്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഗ്രാഫ് ക്യൂഎൽ എന്ന് പറഞ്ഞാൽ ശരിക്കും 50% നമ്മുടെ സ്കീമാണെങ്കിൽ ബാക്കി 50% ബേസിക്കലി അതിൻ്റെ റൈറ്റിംഗ് ക്വറീസാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ സ്കീം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വറി റൈറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ കൊടുക്കണ ഈ ഓൾറെഡി ഇവർ എഴുതി വെച്ചിരുന്ന കമൻറ്റ് പോർഷനൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യണം, നമുക്കിത് ആവശ്യമില്ല. എന്നിട്ട് ഒരു ഒബ്ജക്റ്റ് റാപ്പ് ചെയ്തിട്ട് നമ്മൾ ക്വറി എഴുതണം. ഫസ്റ്റ് യൂസർ ID string 23 പറഞ്ഞിട്ട്, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കും. ID, ഫസ്റ്റ് നെയിം, ഏജ്. ഓക്കെ, നമുക്കൊരു എറർ കിട്ടിയിട്ടുണ്ട്. ഈ എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ്സിൻ്റെ എറർ ആയിരുന്നു. ഡബിൾ കോഡ്സാണ് ആക്ച്വലി അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ സിംഗിൾ കോഡ്സ് കൊടുത്തു. സോ അതായിരുന്നു എറർ ഉണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം പ്ലേ ബട്ടൺ. നമുക്ക് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ നോക്കാം എന്താണെന്നുള്ളത്. സോ നമുക്ക് കിട്ടി, ID കിട്ടി 23 സച്ചിൻ 44 ബേസിക്കലി നമുക്ക് ID കിട്ടിയിട്ടുണ്ട്. സോ ഓക്കെ, ഇത് സ്ട്രിങ് ആയിരിക്കണം, ഞാനത് ചേഞ്ച് ചെയ്തിരുന്നു. അല്ലെങ്കിൽ എറർ അടിക്കും. ഇപ്പം ഞാൻ ഓൾറെഡി സ്ട്രിങ് ആക്കി ചേഞ്ച് ചെയ്ത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ, അതുകൊണ്ടാണ് എറർ അടിക്കാണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കിട്ടി. എന്താ പറയുക, നമ്മൾ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നു. നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്തപ്പോൾ ID കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടി 23 എന്നാണ്. 23യുടെ ഡീറ്റെയിൽസ് കിട്ടി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വറി. ഈ ക്വറിയിൽ ബേസിക്കലി ഇത് കണ്ടു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ആക്ച്വലി ജാവാസ്ക്രിപ്റ്റ് അല്ല. ഇത് ക്വറി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രിങ് ആയിട്ട്, എന്ന് വെച്ചാൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്തിട്ട്, ഇത് സംഭവം ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്തിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ൻ്റെ ഉള്ളിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് ലേറ്റർ ഓൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ ക്വറിയിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ പറയുകയാണ് ഗ്രാഫ്ക്യൂലിൻ്റെ അടുത്ത് ഗ്രാഫ്ക്യൂലിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് യൂസറിനെ പോയി ചെക്ക് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ആ യൂസേഴ്സിൻ്റെ ലൈക്ക് ID 23 എന്നുള്ള ഒരു പെർട്ടിക്കുലർ യൂസറിനെ പിക്ക് ചെയ്യാൻ നമ്മൾ പറയുകയാണ്. സോ അത് വൺസ് അത് ഒരു പ്രാവശ്യം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് 23 എന്നുള്ള ID യൂസറിനെ കണ്ടുപിടിച്ച ശേഷം അതിന് ശേഷം ലൈക്ക് IDയും ആ യൂസറുടെ ID, ഫസ്റ്റ് നെയിം, ഏജും എനിക്ക് തിരിച്ച് തരാൻ വേണ്ടി നമ്മൾ പറയണം. ഓക്കെ,
സോ ഈ റെസ്പോൺസ് നമ്മൾ കാണുന്നത് ഒരു ഐഡൻറ്റിക്കൽ സ്ട്രക്ചറാണ്. എന്ന് വെച്ചാൽ ലൈക്ക് ഒരു നമുക്ക് പ്രോപ്പർട്ടി ഡാറ്റ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. സോ ഈ ഡാറ്റ എന്ന പ്രോപ്പർട്ടിയുടെ ഉള്ളിലാണ് നമുക്ക് കാണാൻ പറ്റുക യൂസറും ആ യൂസർ വിത്ത് ലൈക്ക് ഐ ഡി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഒക്കെ കാണാം. സോ ഇതിലെ ടൈപ്സ് ഒക്കെ എവിഡൻ്റ് ആണ് ഔട്ട്പുട്ടിൻ്റെ. ഓക്കെ, ഐ ഡി ഫസ്റ്റ് നെയിമും ആക്ച്വലി സ്ട്രിങ് ആണെങ്കിലും ഏജ് ഇൻറ്റീജർ ആണ്. ഓക്കെ, ഇനി ഞാനൊരു ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഡോട്ട് കൊറി ടൈപ്പ് ഓപ്പൺ ചെയ്യാം. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കൊറി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയ കൊറി നമ്മൾ പ്ലേ ബട്ടൺ ഞെക്കുമ്പോൾ ഈ കൊറി ആക്ച്വലി പാസ് ചെയ്യുന്നത് റൂട്ട് കൊറി ടൈപ്പിലേക്കാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, റൂട്ട് കൊറി ടൈപ്പിലേക്ക് പാസ് ചെയ്ത ശേഷം റൂട്ട് കൊറി ടൈപ്പിൻ്റെ അടുത്ത് പറയുകയാണ് നമ്മൾ ഈ കൊറി എടുക്കുക ഫസ്റ്റ്, ദെൻ നമ്മുടെ ഗ്രാഫ് ഡാറ്റയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുക. ഈ കൊറി എടുത്തുകൊണ്ട് ഗ്രാഫ് ഡാറ്റയിലേക്ക് എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഗ്രാഫ് ഡാറ്റയ്ക്ക് എൻ്റർ ശേഷം നമ്മൾ പറയുകയാണ് ഈ റൂട്ട് കൊറി ടൈപ്പിൽ യൂസർ എന്നുള്ളൊരു കീ ഉണ്ട് ആക്ച്വലി നമ്മുടെ കയ്യിൽ. യൂസർ എന്നുള്ള കീ വെച്ചിട്ട് യൂസർ എന്നുള്ള കീ ഒബ്ജക്റ്റ് ഉണ്ട് ഫീൽഡ്സിൽ. അതിനുശേഷം നമ്മൾ പറയുകയാണ് ഈ കൊറി ബേസിക്കലി വരുന്നത് ഒരു ഐ ഡി വേണം. ഈ കൊറിയുടെ ഉള്ളിൽ ഒരു ഐ ഡി എന്തായാലും ഉണ്ടായേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഐ ഡി ആണ് ആക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 23 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ഈ ലോഡാഷിൻ്റെ ഫംഗ്ഷൻ ഇതേക്കുന്നത് ഈ ഹാർഡ് കോഡ് ചെയ്ത യൂസേഴ്സില്ലേ, ഈ ഹാർഡ് കോഡ് യൂസേഴ്സ് ചെക്ക് വെച്ചിട്ട് ഈ യൂസേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് 23 ഏതാണോ ആ യൂസറിനെ പിക്ക് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്നിട്ട് പിക്ക് ചെയ്ത ശേഷം കറസ്പോണ്ടിങ് ഇവിടെ പറയേണ്ടത് ഏതൊക്കെ ഫീൽഡ് വേണമെന്ന് പറയുന്നുണ്ട്. ആ ഫീൽഡ് നമ്മൾ ഓൾറെഡി കൊറി ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഏതൊക്കെ ഫീൽഡാണ് വേണ്ടത് ആ ഫീൽഡാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് റെസ്പോൺസായിട്ട് നമ്മൾ വരുന്നത്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഇവിടെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ റിസോൾവ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നൊരു ടൈപ്പ് ഒബ്ജക്റ്റ് ടൈപ്പാണ്. ബേസിക്കലി ഈ ഒരു ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇതൊരു ഒബ്ജക്റ്റ് ആണല്ലോ. സോ ഈ ഒരു ഒബ്ജക്റ്റ് ടൈപ്പാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് പറയേണ്ട അത് യൂസർ ടൈപ്പാണെന്ന് നമുക്ക് ഓൾറെഡി പറയേണ്ട ആവശ്യമില്ല. അത് ഗ്രാഫിക്കൽ ഓൾറെഡി ടേക്കൺ കെയർ ചെയ്തോളും. നമുക്ക് പ്രശ്നം പറയേണ്ട ആവശ്യമില്ല. സോ ടൈപ്പ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ ടൈപ്പുമായി ബന്ധപ്പെട്ടത് റിസോൾവിൻ്റെ ഉള്ള ടൈപ്പുമായി ബന്ധപ്പെട്ടതെല്ലാം ഗ്രാഫ് ക്യൂവിൽ തന്നെ ഹാൻഡിൽ ചെയ്തോളൂ. നമുക്ക് ഇനി കുറച്ചും കൂടി നോക്കാനായിട്ട് ഇപ്പം ഞാൻ മറ്റേ യൂസർ ഐ ഡി നമുക്ക് കൊടുത്തേക്കാം. ഇപ്പോൾ ഇവിടെ 99 ഉണ്ടല്ലോ, 23 മാറ്റിയിട്ട് 99 നമ്മൾ കൊടുത്തിട്ട് പ്ലേ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് 99 കറസ്പോണ്ടിങ് ഡാറ്റ കിട്ടി. 99ൻ്റെ കറസ്പോണ്ടിങ് നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഐ ഡി റിമൂവ് ചെയ്യാം. എന്നിട്ട് പ്ലേ ബട്ടൺ ചെക്ക് ചെയ്യാം. സോ എനിക്ക് നെയിമും ഫസ്റ്റ് നെയിമും മാത്രമേ ഉള്ളൂ. ഐ ഡി ഞാൻ റിമൂവ് ചെയ്തു, ഐ ഡി വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഏജ് റിമൂവ് ചെയ്യാണ്, പ്ലേ ബട്ടൺ ചെക്ക് ചെയ്യാണ്. സോ എനിക്ക് ഏജ് മാത്രമായിട്ട് കിട്ടി. ഓക്കെ, സോ ഇവിടെ ഞാൻ 23 ഒന്നും കൂടിയും കൊടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് സച്ച് എന്നുള്ള പേര് മാത്രം കിട്ടും 23യുടെ. ഓക്കെ, സോ ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞു റെസ്റ്റ്ഫുൾ റൗട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് കണ്ടമാനം ഡാറ്റ വരും. നമുക്ക് ആവശ്യമില്ലാത്ത ഡാറ്റ ഒക്കെ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേസിൽ നമുക്ക് നെയിം മാത്രം മതി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം നമുക്ക് നെയിം മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കിയുള്ള ഡാറ്റ ഒന്നും കിട്ടുന്നില്ല. സോ ഇതൊരു എന്താ പറയുക ബെറ്റർ അപ്രോച്ചാണ് ആക്ച്വലി. നമുക്ക് ഡാറ്റ വൾനറബിലിറ്റി ഇഷ്യൂസിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു ബെറ്റർ അപ്രോച്ചാണ് ഇത്. ഇനി ഞാനൊരു മെൻഷൻ ചെയ്യാണ്, ലൈക്ക് എൻ്റെ ഇല്ലാത്തൊരു ഐഡിയ കൊടുത്തേക്കാം. നമുക്ക് നള്ളായിരിക്കും റെസ്പോൺസ് വരുന്നുണ്ടാവും. ഇല്ലാത്ത ഐഡിയ കൊടുത്തപ്പോൾ യൂസർ ഡാറ്റ ഇല്ല, ബേസിക്കലി നള്ളാണ് വരുന്നത്. ഇനി ഞാനിത് ഈ ഐ ഡി അങ്ങനെ തന്നെ എടുത്ത് മാറ്റിയിട്ട് പ്ലേ ചെയ്ത് നോക്കാം. സോ നമുക്ക് മനസ്സിലായി ആക്ച്വലി ഒരു എറർ കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇങ്ങനെ ഐ ഡി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എറർ കിട്ടും. സോ ഒരു ഐ ഡി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഐ ഡിക്കാണ് നമ്മൾ ഇതാവുന്നത്. ഐ ഡി മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു എറർ വരും. സി ഐ ഡി സ്ട്രിങ് സെൽഫ് ഡിസ്ക്രിപ്റ്റീവ്. സോ ഐ ഡി എക്സ്പെക്റ്റിംഗ് ആക്ച്വലി ദേവർ എക്സ്പെക്റ്റിംഗ് ആൻ ഐ ഡി ഹിയർ. സോ നമുക്ക് ഹോവർ ചെയ്താലും കാണാൻ പറ്റും. സോ നമ്മളത് മെൻഷൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റെക്കോർഡ് ഇല്ലെങ്കിൽ നള്ള് കിട്ടും, റെക്കോർഡ് ഉള്ളതാണെങ്കിൽ കറസ്പോണ്ടിങ് ഡാറ്റ വെച്ച് കിട്ടും. സോ ഞാനിവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇത്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഇത് തറയ ശേഷം അടുത്ത സെഷനിലേക്ക് പോകാം. സോ ഞാനിവിടെ വെച്ച് നിർത്തണം ഇന്നത്തെ വീഡിയോ. ബൈ.